ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വളരെ രസകരമായ ഒരു വിഷയമാണ്. 8+8 ഈസ് ഈക്വൽ ടു 24. നമുക്കറിയാമല്ലോ 8×3 = 24. ഇത് എന്നെ ചിന്തിപ്പിച്ച ഒരു സാധു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ടൈം ടേബിൾ, ജീവിതത്തിൻ്റെ ടൈം ടേബിൾ അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി 8 മണിക്കൂർ, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി 8 മണിക്കൂർ, വിശ്രമം 8 മണിക്കൂർ. അതാണ് പുള്ളിയുടെ ജീവിതത്തിൻ്റെ മെയിൻ ടൈം ടേബിൾ. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരുപാട് നേട്ടങ്ങൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്, ജ്ഞാനത്തിൻ്റെ പുസ്തകം 9:13 മുതൽ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഒരു സാധു മനുഷ്യൻ, സമ്പത്തില്ല, അങ്ങനെ ലോകത്തിൻ്റേതായിട്ടുള്ള പ്രൗഢി ഒന്നുമില്ല, പക്ഷെ അദ്ദേഹത്തിന് ജ്ഞാനമുണ്ടായിരുന്നു. അവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയ ഒരു രാജാവ്, ആയുധങ്ങളുണ്ടായിരുന്നു, പ്രൗഢിയുണ്ടായിരുന്നു, പക്ഷെ അവർക്ക് വിജയിക്കാൻ പറ്റിയില്ല. കാരണം ഈ ജ്ഞാനിയായ സാധു മനുഷ്യൻ, അദ്ദേഹം മൂലം ആ രാജാവിന് ആയുധങ്ങൾ കൊണ്ട് അവരെ കീഴടക്കാൻ പറ്റിയില്ല. ഇതുപോലെ ജ്ഞാനസമ്പാദനം നടത്തിയ ഒരു വ്യക്തിയായിട്ട് ഈ മനുഷ്യനെക്കുറിച്ച് എനിക്ക് മനസ്സിലാവുകയുണ്ടായി. ഇവിടെ ഇന്ന് എത്ര പേര് ഇങ്ങനെ ഒരു ടൈം ടേബിളിന് തയ്യാറായാൽ അവർക്കൊരു കാലത്തും അവരുടെ ജീവിതത്തിൽ ജീവിത പരാജയം സംഭവിക്കത്തില്ല. ഞാൻ ഇഷ്ടം പോലെ സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. വേണേൽ പരീക്ഷയിൽ 2 മാർക്ക് കുറഞ്ഞു, ഉടനെ ആത്മഹത്യാ പരിശ്രമം. വേണമെങ്കിൽ മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ പറ്റിയില്ല, ഉടനെ കുട്ടികളുടെ മനസ്സിലേക്ക് പോകുന്നത് മരിച്ചു കളയാം, ജീവിക്കണമെന്നില്ല. അതല്ലെങ്കിൽ ആരെങ്കിലും അവരെ ഒന്ന് കുറ്റപ്പെടുത്തി വഴക്ക് പറഞ്ഞു, ഉടനെ ആത്മഹത്യാ ചിന്ത. ഇന്ന് നമ്മൾ പരീക്ഷാ വിജയമാണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത്, അതോ ജീവിത വിജയമാണോ? ജീവിത വിജയം ലക്ഷ്യം വെച്ചവർക്ക് മക്കളെ ജീവിത വിജയത്തിനായിട്ട് പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഏതാനും ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം, ഭൗതികതയും ആത്മീയതയും നമ്മുടെ മുമ്പിലുണ്ട്. രണ്ടിനും സാധ്യത. ഭൗമികമായ ജീവിതം, ആത്മീയ ജീവിതം, ഇത് രണ്ടും നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. നിയമാവർത്തനം 30:15 എടുക്കുമ്പോൾ, ഇതാ നിൻ്റെ മുമ്പിൽ രക്ഷയും ശിക്ഷയും നന്മയും തിന്മയും ഞാൻ വെച്ചിട്ടുണ്ട്. നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. നീ നന്മ തിരഞ്ഞെടുത്താൽ രക്ഷ, തിന്മ തിരഞ്ഞെടുത്താൽ ശിക്ഷ. രണ്ടും നിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അതാണ് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഗലാത്യർ 6:7 മുതൽ വായിക്കുമ്പോൾ അതിൻ്റെ ഒരു കാതലായ സന്ദേശം, നിനക്ക് വേണമെങ്കിൽ ജഡത്തിനായി വിതയ്ക്കാം, വേണമെങ്കിൽ ആത്മാവിനായി വിതയ്ക്കാം. ഭൗമിക ജീവിതമോ ആത്മീയ ജീവിതമോ ഏത് വേണമെങ്കിലും നിനക്ക് തിരഞ്ഞെടുക്കാം. തുടർന്ന് വരുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ജഡികരായി ജീവിച്ചാൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. ഇത് റോമ 8:4 13 വായിക്കുമ്പോൾ അതിൻ്റെ സന്ദേശം വളരെ വ്യക്തമാണ്. ജഡികരായി ജീവിക്കുന്നവർ തീർച്ചയായും മരിക്കും. മരിക്കാൻ താല്പര്യപ്പെടാത്തവർ, നിത്യം ജീവിക്കാൻ താല്പര്യപ്പെടുന്നവർ ആത്മീയരായിട്ട് ജീവിക്കണം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഭൗമികത മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്നവരെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ്, ശാപത്തിൻ്റെ സന്തതികളായി മാറും. ഞാകപ്പാടെ എനിക്ക് എൻ്റെ ഉദരത്തിനുള്ള ഭക്ഷണം, അല്ലെ കുറേ ജഡസുഖം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ലക്ഷ്യം വെച്ച് ഞാൻ ജീവിക്കുന്നത് എങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയൊന്നുമല്ല. ഞാൻ ശപിക്കപ്പെട്ടവരുടെ ഗണത്തിൽപ്പെടും എന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്തോസ് 15:19 വായിച്ചാൽ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം യേശുക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളെപ്പോലെ നിർഭാഗ്യവാന്മാരായിട്ടുള്ളവർ ആരുണ്ട്? അതാണ് വചനം പറയുക. ഈ ജീവിതം, ഭൗതിക ജീവിതം, അത് മാത്രമാണ് നിൻ്റെ ലക്ഷ്യമെങ്കിൽ നീ നിർഭാഗ്യവാനാണ്, നിർഭാഗ്യവതിയാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 1 കൊരിന്തോസ് 15:40, ഭൗതിക ശരീരമുണ്ട്, സ്വർഗീയ ശരീരമുണ്ട്. രണ്ടും നമ്മുടെ മുമ്പിൽ ഉണ്ടെന്നുള്ളത് നാം തിരിച്ചറിയണം. 2 കൊരിന്തോസ് 5:1 മുതൽ വായിച്ചാലോ, ഭൗതിക ഭവനമുണ്ട്, സ്വർഗീയ ഭവനമുണ്ട്. ഏത് വേണേലും നമുക്ക് ലക്ഷ്യമാക്കാൻ പറ്റും. യാക്കോബ് 3:15 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ജ്ഞാനത്തെക്കുറിച്ച്. ഭൗതിക ജ്ഞാനമുണ്ട്, ആത്മീയ ജ്ഞാനമുണ്ട്. ഇതിലേത് വേണമെങ്കിലും നിനക്ക് ലക്ഷ്യം വെച്ച് ജീവിക്കാൻ പറ്റും. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ഭൗമികമായതിനു വേണ്ടി ആത്മീയമായവ നഷ്ടപ്പെടുത്തുന്നത് വിഡ്ഢികളാണ്. ജ്ഞാനമുള്ളവരൊരിക്കലും ഭൗമിക കാര്യങ്ങൾക്ക് വേണ്ടി ആത്മീയത കളയത്തില്ല. യോഹന്നാൻ 6:63 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. മത്തായി 16:26 നമുക്കറിയാമല്ലോ, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവൻ എന്ത് നേടി? 1 പത്രോസ് 2:2 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്,
നമ്മൾ ദൈവമക്കളാണെങ്കിൽ ആത്മീയ പാലിന് വേണ്ടി ഇളം പൈതങ്ങളെപ്പോലെ ദാഹിക്കണം. ഭൗതികമായ കാര്യങ്ങളെക്കാൾ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. കൊളോസസ് 3:15 നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഭൗമികമായ കാര്യങ്ങൾ അവ നമ്മൾ പിഴുതെറിയണം ജീവിതത്തിൽ നിന്ന്. അപ്പോഴാണ് ആത്മീയത ഉയർന്നു വരിക. അതെന്തൊക്കെയാണ് ഭൗമികമായവ? അസന്മാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, ദ്രവ്യാഗ്രഹം. വിഗ്രഹാരാധന പോലെയാണ് ദ്രവ്യാഗ്രഹത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവയെല്ലാം നമ്മൾ പാടെ ഉപേക്ഷിക്കണം. അതിനുവേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.